അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊരിച്ച കോഴിൻ്റെ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്ത ഒരു കിലോ ചിക്കന് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളി അരിയണ സമയത്ത് കണ്ണിന്ന് വെള്ളം വരുമല്ലോ, അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തൊലി കളഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, 4 പച്ചമുളകും അതിൻ്റെ കൂടെ കുറച്ച് വലിയ ജീരകം കൂടി ഇട്ടുകൊണ്ട് മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് വെക്കണം. വലിയ തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന് ഒന്ന് മസാല പിടിപ്പിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 സ്പൂൺ മുളക് പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 സ്പൂൺ കോൺഫ്ലവറും ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സുർക്കയും അതിൻ്റെ കൂടെ കുറച്ച് റെഡ് കളറും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ചിക്കൻ്റെ എല്ലാ പീസിലേക്കും മസാല എത്തുന്ന വിധത്തിൽ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മസാല തേച്ച ചിക്കൻ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ മസാല തേച്ച് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി ഇതേപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ സ്ലൈസറിലാണ് കട്ട് ചെയ്തെടുക്കൽ കേട്ടോ. അപ്പോൾ നമ്മൾ കത്തി വെച്ച് ചെയ്യണേക്കാട്ടിലും ഒന്നും കൂടി പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരേ കനത്തിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഫ്രൈ ചെയ്യണ സമയത്തൊക്കെ നമുക്കത് ഉപകാരപ്പെടും കേട്ടോ. ഒരേ കനത്തിൽ ഉള്ളി വരുമ്പോൾ അത് അങ്ങനെയല്ലേ ചെയ്യേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ചെറിയ സവാളയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു 4 മീഡിയം സൈസ് സവാളയാണ് 3 മീഡിയം സൈസ് സവാളയാണ് മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതും ഇതേപോലെ ഗ്രേറ്ററിലാണ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനെന്താണ് മസാലക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമുള്ളൂ കേട്ടോ ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ പണി കഴിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റുന്ന ജോലികളൊക്കെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് എല്ലാം കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം ഫ്രൈ ചെയ്യാനുള്ള ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ അതേ എണ്ണയിൽ തന്നെ ചിക്കനും ഫ്രൈ ചെയ്യും. അതിന് ശേഷം അതേ ഓയിലിൽ തന്നെ മസാല ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് അത്രയും പാത്രങ്ങളും കഴുകാനാവില്ല. നമ്മളെ പണിയും പെട്ടെന്ന് കഴിയും. അപ്പോൾ അതേപോലെ ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് തന്നെ ഉള്ളി കോരി മാറ്റാൻ ശ്രദ്ധിക്കട്ടെ. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ഒരു കറുത്ത കളർ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് സമയം നോക്കിയിട്ട് തന്നെ ഉള്ളി കോരി മാറ്റണം കേട്ടോ. ഒട്ടിപ്പിടിച്ചിട്ടുള്ള ഉള്ളികളൊക്കെ ഇനി അതിലേക്ക് അതേ കയ്യിൽ വെച്ചായിരുന്നില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഉണക്കമുന്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് ടൈം ആവുന്ന സമയത്ത് തന്നെ കോരി മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ ഇതും കറുത്ത് പോവും. ഇനി അത് അവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ മസാല തേച്ചിട്ടുള്ള ചിക്കനും കൂടി ഈ എണ്ണയിലിട്ടുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ മസാല പിടിപ്പിച്ച് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കനൊക്കെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൈസിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. പറ്റ ചെറുതായിട്ടല്ല കട്ട് ചെയ്യണേ, ഒരു നീളത്തിലാണ്, കനം കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കണം. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതേപോലെ മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തണ്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ
ങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഒരേ സമയത്ത് തന്നെ നമുക്ക് എത്രത്തോളം ജോലികൾ തീർക്കാൻ പറ്റും അത്രത്തോളം ചെയ്തെടുക്കാം. ഇനി ഞാൻ ചിക്കൻ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് മസാലക്കുള്ള ഉള്ളി ഇതേപോലെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് ചിക്കന് ബിരിയാണി വെക്കുമ്പോൾ പെട്ടെന്ന് ജോലി തീർക്കാനുള്ള ഒരു ഐഡിയയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ മസാലക്കുള്ള ഉള്ളിയും തക്കാളിയും ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി വെച്ചുകൊണ്ട് കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഉള്ളിയും കൂടി വാടി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിക്കൻ ബിരിയാണി വെക്കാം. ഞാനതിലേക്ക് തുള്ളി വെള്ളമോ എണ്ണയോ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. വെറും ഉള്ളിയും തക്കാളിയും ഉപ്പും പച്ചമുളകും 2 പച്ചമുളകും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് ഒരു വിസിൽ വന്ന ശേഷം അതവിടെ മാറ്റി വെക്കട്ടോ. വിസിൽ എന്താ പറയേണ്ട പ്രഷർ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയത്ത് ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കഴുകി നന്നായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കനും ഫുൾ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ മസാല ഇവിടെ ഉള്ളിയൊക്കെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, വാടിയിട്ടുണ്ട്. കാരണം ഞാൻ തുള്ളി പോലും വെള്ളമോ ഇതൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കണം. അതിൻ്റെ സമയത്ത് ഇപ്പുറത്ത് ഞാൻ റൈസ് എന്താ പറയുക തിളപ്പിച്ചിട്ട് ഊറ്റിയിട്ടാണ് ദമ്മിടൽ, വറ്റിച്ചിട്ടല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കലത്തിൽ കുറച്ച് വെള്ളം വെച്ച് ഉപ്പും ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാല ഫ്രൈ ചെയ്തിട്ടുള്ള അതേ ഉരുളിയിൽ അതിൽ നിന്ന് കുറച്ച് എണ്ണ കോരി മാറ്റിയിട്ട് നമ്മൾ വേവിച്ചിട്ടുള്ള ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി മാത്രം കുറച്ച്, ബാക്കിയുള്ള ഓരോ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഉള്ളിയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചച്ചൊക്കെ പോകുന്ന പോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും അതിൻ്റെ കൂടെ കുറച്ച് തൈരും ഒരു നുള്ള് മല്ലിയിലയും ഒരു സ്പൂണ് സുർക്കയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 10 മിനിറ്റിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫാക്കിയിട്ട് ദമ്മിടാനുള്ള പാത്രത്തിലേക്ക് ഇതേ മസാല ചൂടോട് കൂടി മാറ്റി കൊടുക്കുക കേട്ടോ. ആ ഉരുളിയിൽ നിന്ന് ദമ്മിടാനുള്ള പാത്രത്തിലേക്ക് ചിക്കൻ എല്ലാം ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് അടിയെല്ലാം ലെവലാക്കി കൊടുക്കുക കേട്ടോ. ചൂടോടെ തന്നെ ചെയ്യുക. എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക. അപ്പോഴേക്കും നമ്മൾ റൈസ് 3/4 വേവായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതേപോലെ ഊറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. 3/4 വേവാവുന്ന സമയത്ത് തന്നെ നമ്മൾ ഊറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. ജീരകശാല റൈസ് ആകുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. വേവാറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ അത് ഞാൻ ഊറ്റിയതിന് ശേഷം നമ്മൾ മസാല ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിൽ മസാലേൻ്റെ മുകളിലേക്ക് ഇതേപോലെ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസ് ഇട്ടിട്ട് ഒന്ന് ലെവലാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇടുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയും ഉണക്കമുന്തിരിയും കൂടിയും ഫ്രൈ ചെയ്തിട്ടുള്ളതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടിയും ഊറ്റിയതിന് ശേഷം അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. സെയിം സ്റ്റെപ്പ് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അതായത് റൈസ് ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയും പിന്നെ മല്ലിയിലയും കുറച്ച് ഗരം മസാലയും കൂടിയും ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതും കൂടിയും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിങ്ങാണ്ട് അടച്ച് വെക്കുക. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു കനം കയറ്റി വെക്കുക. ഞാൻ ഇതേപോലെ ഉള്ളിയും ഇഞ്ചിയൊക്കെ ചതക്കൂലേ അതാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.